വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് പാലക്കാടിനോട്ട് പോവാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ചെക്കൻ പോവാണ് കഴിച്ചിട്ട് നമ്മുടെ അർജുൻ SSBക്കാരൻ തിരിച്ച് പോവുകയാണ് ലീവൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ടർഫിൽ പോവാം. അവന്മാർ അവിടെ എത്തിയിട്ടുണ്ടാവും. വെച്ചാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തും. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇവിടെ കോയമ്പത്തൂർ എയർപോർട്ടാണ് കഴിച്ചത്. അപ്പം നല്ലപോലെ മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ടർഫിൽ പോകാം കഴിച്ചു. ഓക്കെ, വലിയ വിഷമമൊന്നുമില്ല. നമുക്കെന്ത് വിഷമം പറ്റതുപോലെ. ഫൈനലി ചെക്കൻ്റെ കാർ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇതാണെന്ന് ഈ ആൾട്ടർ ചെയ്തത് MPD പിടിക്കുന്നു, പക്ഷെ അതല്ല ബാക്കിലുള്ളത്. ഇത് സെറ്റ് കാറല്ലേ ഇത് ഗൈസ്. ഇതിൽ നമുക്ക് പോവാന്ന് 4 ആക്കാൻ വാങ്ങിക്കാം. എത്ര വാങ്ങിച്ചത്? പുതിയത് ന്യൂ ലുക്ക് ഗൈസ്. തുറക്കടാ, അർജുന എവിടാ? ആടാ നോക്ക്, നൈസുണ്ട്. റിയാക്ട് ചെയ്യുമോന്ന് അറിയില്ല. അതായത് പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ഇന്ന് നമ്മളെയൊക്കെ വിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ അർജുനു വേണ്ടി ഒരു നിമിഷം മൗനം. ശരി, അർജുൻ എവിടെ? അർജുനു വേണ്ടി ഞാനൊരു പാട്ട് പറഞ്ഞു. അതിന് സിറ്റുവേഷൻ അനുസരിച്ച് പാടണം കേട്ടോ. സിറ്റുവേഷൻ അനുസരിച്ചാണ്. എല്ലാവരും എന്റെ കൂടെ ഏറ്റവും കണ്ണടിച്ച് ഞാൻ പാടുന്നത്. ഞാൻ പാടുമ്പോൾ ഇവനാണ് ഇവിടുത്തെ മോഷണ ശ്രമം. ആരും അറിഞ്ഞിട്ടില്ല. പട്ടാപ്പകൽ മോഷണ ശ്രമം, യുവാവ് പിടിയിൽ. ഇതില്ലേ കാട് കാണിക്കാൻ പോവാണ്. കാട് കാണിച്ച് ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടി തന്നെ. അടി പറഞ്ഞ പോലെ അടിച്ച് മോന്ത കൊടുക്കും. തോന്നുന്നതിന് ചപ്പെന്ന് തരും. ഞങ്ങളെ ചെക്കൻ ഇന്ന് പോവാണ്. ഇന്ന് തുറക്കാണ്ട് പിന്നെ അപ്പൊ തുറക്കും നിങ്ങള്. അടിച്ചവിടെ കൊല നടക്കും. കണ്ട, സിമ്പിള്. നമ്മ ചെക്ക പവർ നമ്മള് പറഞ്ഞ നമ്മളിപ്പോ എവിടെ എത്തിയാ? കോയമ്പത്തൂർ എത്തിയാ. ഇവന് പുതിയ ന്യൂ ജോയിനി. ഇതവനും ഇതിൽ പാലക്കാട് കവട്ടയ്ക്ക് മറ്റേ ബ്രോ ഇങ്ങനെ മുഖം മരച്ചിട്ട് വരുമോ ഗൈസ്? ഇവനാണ് പോണത് എവിടേക്ക്? SSB അല്ല, എവിടേക്കോ പോണ ആള് വരാണ്. പക്ഷെ അവൻ മുഖം കാണിക്കില്ല. നാണാണ് ഗൈസ്. മതി കഴിഞ്ഞു. സിദ്ധാട്ടാ ഒരു സബ്സ്ക്രൈബർ മറ്റേ ഏതിനാ ക്രിക്കറ്റിന്റെ വ്ളോഗില്. എന്റെ മോൻ നന്നായി കളിച്ചല്ലോ. കളിയാ വേണ്ട. ഐസ്ഫോണ് പാറ വഴി
തമിഴ്നാട് എത്തി ഗൈസ്. ഇപ്പൊ ഇവരെ കണ്ടപ്പോഴാണ് മനസ്സിലായി. കട്ടനൊക്കെ പറയുന്നത് നമ്മൾ കൂടിയ സാധനങ്ങളെ പറയുള്ളൂ. ബൂസ്റ്റ് 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 ഓൺലി ബൂസ്റ്റ്. ചിക്കൻ റോൾ, ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കനേ ഇതുമില്ല. തമിഴ് എന്നടാ ഉങ്ക ഊരാ അത്. ഒരു ബൂസ്റ്റ് 35 റുപ്യ പകൽ കൊള്ളാം. എന്നാലും കാര്യമില്ല, തമിഴ്നാടല്ലേ, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവർ തല്ലിയാലോ. ഇതിനൊക്കെ എത്ര വരട്ടെ? 80 റുപ്യ. ഇതൊക്കെ എവിടെ ബ്രോ? അണ്ണൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് നടിച്ചിട്ട് ഈ സാധനം நம்ம யாருக்கிட்டையும் பயப்பட மாட்டோம். நம்ம கஞ்சாஸ் கபட பவர். എല്ലാ കുറ്റവും ഇതിൽ പറഞ്ഞോളെ. ഗായ്സ് എത്ര ബില്ലാവും നോക്കാം. വ്ളോഗ് എടുക്കണ്ടടാ. വ്ളോഗോ അണ്ണ എവിടെ വെച്ച് നമ്മളെ കൂടുതൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ വ്ളോഗിൽ പെടുണ്ടോ നിങ്ങള്? സത്യമാണ്, സീരിയസ് ആയിട്ട്. ആ പറ്റിക്കാൻ നോക്കണ്ട, മലയാളികളാണ് പറഞ്ഞിട്ട്. 310 എത്ര? 310 ഉള്ളൂ, കുഴപ്പമില്ല. ഏതെങ്കിലും ഉറപ്പിക്കണം. പാരാമിലിറ്ററി, എന്ത് മിലിറ്ററി? എനിക്ക് വിഷമാവും, ഞാൻ വരുന്നില്ല. അതേപോലെ ഇതൊക്കെ കട്ട് ചെയ്യണ്ടടാ, എനിക്ക് ബീപ്പ് സൗണ്ട് കേട്ട മൈക്ക്. ഞാനിന്ന് പോണില്ല, സംഭവം ഒരു ബാങ്കായിരുന്നു. ഇന്ന് ഫക്കി കോൺഫിഡൻസ് ഇല്ലടാ നിനക്ക്. ഞാൻ പിടിക്കാം, കറക്റ്റായി കിട്ടും. ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, വാക്കുമില്ലടാ, സ്റ്റാറുമല്ലടാ, ഒന്നുമല്ലടാ, നീട്ടോള് എമ്മാട് സിമ്പിളായിട്ട് കടക്കും. എത്ര ടോളാണെന്ന് അറിയോ ഈ കോയമ്പത്തൂർ പോണ വഴിയില്? ഒരു നമുക്ക് പ്രശ്നമില്ല, ഒരിക്കൽ അടിച്ചു, അത് അറിയോ? അതായത് ഈ ഡിഫൻസ് ചെക്കൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അവനെ കാണിക്കാൻ പറ്റില്ല. ബിഫോർ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇതാ ഫ്ലാഷ് വെച്ചുതരാം. ഇത് ബിഫോർ, ആഫ്റ്റർ. എനിക്ക് പോകണം, ഞാൻ പോകും. പക്ഷേ പോകും. ഇനിമേ നാമ തമിഴ് മട്ടും സംസാരിക്കും. തമിഴ്, തെലുങ്ക് എല്ലാം തമിഴ് പേசுறாங்க. எனக்கு 9 மணிக்கு அண்ணாச்சி. ஓகே ஓகே டி. போர்டிங் டைம். டிகே போர்டிங் டைம் 7 o'clock. லட்சுமி இருக்கா? லட்சுமி எடுத்துக்கியா? லட்சுமி எடுக்கலன்னா உங்கிட்ட இருக்க லட்சுமி இருக்கியா? இல்ல எங்க கிட்ட இல்ல. 5 லட்சம் தரானே. கோடி இருக்கு என்கிட்ட இல்ல. என்கிட்ட கிடையாது. കടലാസും ഇതില് കാടില്ലടാ, ഇരുട്ടടാ, ഇരുട്ട് റൂമില്ലേ പ്രാന്തന്മാര്. നിങ്ങളിപ്പോ പോലീസ് പൊക്കിട്ട് നോക്കോട്ടാ. റോട്ടിന്റെ നടുക്കില് മതി വീട്ടിൽ പോടാ. പോലീസ് വന്ന പിടിക്കുമ്പോ SSB ആണെന്ന് പറഞ്ഞ കാര്യമില്ല. നാട്ടു റോഡിൽ ഇരുന്നിട്ടേ സൈക്കോ പിള്ളേര് நம்ம கொட்டைய போட்டு செடியை வளர்த்த பம்மாலி போட முடியாது.
സൈക്കോ പിള്ളേര് 60K അറിയും അടിയാണ്ട അടി തന്നെ. നീ മറ്റേ ഒരു കാര്യമുണ്ട്, ഇനി നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അടിയുടെ കേറി തീരെടുത്ത് തുറക്കടാ. അടി അത് കിട്ടി കോപ്പ്. സിരിക്കി വന്നാ ഞങ്ങൾ എയർപോർട്ടിൽ തിരിക്കുകയാണ്. ഇതാ ദേ വണക്കം ചെന്നൈ പോകുന്നില്ല. എനിക്കെന്ത് വിഷമം. ഇത് പ്രാങ്ക് ആയിരുന്നടാ, നിനക്ക് പോലും അറിയാൻ. ഞങ്ങൾ പ്രാങ്ക് തന്നായിരുന്നു. സംഭവം വന്നിട്ടല്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് സാബ്ജിനെ പോലെ വിളിച്ചത്. സംസാരിക്കടാ. അയ്യോ कौन कहाँ है? इधर ही है सब्जी, इधर ही है. नहीं सब्जी में दिक्कत है. മീൻസ് കാറിൽ പോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തും, പെട്ടെന്ന് നടന്നു പോവുക. അത്ര നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സങ്കടത്തില്ല. എന്നാലും ചെറിയൊരു വിഷമം. എയർപോർട്ടിൽ എത്തിയിരിക്കണം ഗൈസ്. ഇങ്ങനെ ഇതാണ് സംഭവം അവർക്ക്. അപ്പൊ പ്രശ്നമില്ലല്ലോ. എന്റെ അവരൊക്കെ എന്താ അറിയോ, ഇല്ലേ നമ്മുടെ മറ്റേ ഈ സിനിമ ഉണ്ടല്ലേ മമ്മൂട്ടിന്റെ പടത്തില് വീണ്ടിട്ടാ ബ്രോ. അവൻ മമ്മൂട്ടിന്റെ പടത്തിലുണ്ട്. മമ്മൂട്ടിന്റെ അല്ലേ, സിദ്ദിഖിന്റെ പടത്തിലുണ്ട്. ജയറാമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജയറാമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കണ്ണൂർ ലാസ്റ്റ് വരില്ലേ, കണ്ണൂർ സ്കോട്ടിലെ ലാസ്റ്റ് വരുന്ന ആ ആളുകളാണ് ഇതവൻ. പിന്നെ പണ്ടൊരിക്കൽ ഒരു സിനിമ ജയറാമായിട്ട് അഭിനയിച്ചിട്ടുണ്ടവൻ. അത് ക്യാമിയ റോളിലായിരുന്നു. ക്യാമിയ റോളാണ്. ശരി, ഒറ്റയ്ക്ക് വിതുമ്പി നടക്കുകയാണ് അർജുൻ ഗൈസ്. ഓർമ്മകളെല്ലാം മയപെറുക്കിക്കൊണ്ട് ജയറാമിനെ പോലെ അവൻ നടക്കുകയാണ്. പിരിയും നാം ഇരുവഴികളിൽ തനിയെ നമ്മ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ മറ്റായിരിക്കും കേരള പോലീസാണ്. ആരോ പേര് നമ്മള് അർജുൻ പോണെന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് എല്ലാം വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത സീനാണെന്നാണ് പറയുന്നത്. അത് കുറെ ചോദിച്ച് കിട്ടിയില്ല, അപ്പൊ പോണില്ല എന്നാണ് പറയണത്. തിരിച്ചു പോണു ഗൈസ്. ഞാൻ പറയുന്നത് എന്തോ കാര്യമായിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. എന്തോ അറിയാവുന്നതാണ് ഈ സംസാരിക്കുന്നത്. പക്ഷെ അവൻ ഒന്നും അറിയില്ല. അവന് ഹിന്ദി അറിയുന്നൊക്കെ അവൻ ഈ സംസാരിക്കുന്നത്. അണ്ണ എങ്ങനെയെങ്കിലും ഉള്ളിൽ കടത്തി വിടില്ല, ഒരു വഴിയില്ല. നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ഇവിടെ നിന്ന് തിരിച്ചു പോകാനേ പറ്റുള്ളൂ. അതാണ് ആളെ പറയണത്. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചു പോവാം. അതാണ് എല്ലാവരും പറ്റില്ല. സാബ്ജിയെ വിളിച്ചിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. തെറി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്നത്. എന്തെങ്കിലും ചെയ്തേരി നോക്കാം, നീ ഇവിടെ നിൽക്ക്, നോക്കിയിട്ട് ഞാൻ സംസാരിച്ചിട്ട് പറയാം കേട്ടോളെ. അതാണ് ആളെ പറയണത്. പിന്നെ ആള് പറയേണ്ടത് നിന്നെ കയറ്റാൻ വിടില്ല. അവൻ ഒരു വഴിയില്ല. അത് ചമ്മിയിട്ട് പ്ലിങ്ങനായിട്ട് വരേണ്ടതാ, ചുടുക്കനെ പോലെ വരേണ്ടതാ. ശരിക്കും ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ഇവനെ വിട്ട് പോണതിൽ സങ്കടമുണ്ട്. പക്ഷേ ഈ മുഴുന്നുള്ള മോഹം കണ്ടിട്ട് ഞങ്ങൾക്ക് വിടാൻ തോന്നുന്നില്ല. പക്ഷെ വേറെ വഴിയില്ല. അവിടെ സാബ്ജി വിളിച്ച് തള്ളയ്ക്ക് വിളിക്കണം, വേറെ വഴിയില്ല. അവൻ പോട്ടെ, കാരണം അവൻ പോയാലേ ഞങ്ങൾക്ക് ചിലവിനുള്ളത് കിട്ടുള്ളൂ. പേഴ്സിൽ എന്താ ഉള്ളത് നോക്കട്ടെ. പേഴ്സിൽ പാവണ്ട തീർന്നു, ഒക്കെ നശിച്ചു. ഇതാ ഈ കൂട്ടുകെട്ട് നശിച്ചു. കൊടുത്ത് ATM കാർഡും പാസ്ബുക്കും അമ്മ ഞാനും മണിയും കൂടെ കൊടുത്തു അല്ലേ. നീ ആരെ കഥാകൃത്തോ? എന്താ തിരിച്ചു പോകാന്നാണ് പറയുന്നത്. എനിക്ക് എന്തായാലും താല്പര്യമില്ല, അങ്ങ് പോകണം. അത്ര എന്താ സംഭവം? പാസ്പോർട്ട് എടുത്തില്ലേ? ഇയാളെ പോണെന്നൊക്കെ ആരെങ്കിലൊക്കെ എത്തിയാൽ മതി. എയർപോർട്ട് ഇഷ്ടമായി ഞാൻ പോണു. நல்ல நண்பன் வேண்டும் என்று அந்த மரணமும் நினைக்கின்றதா? சிறந்தவள் நீதான் என்று உன்னை கூட்டி செல்ல സങ്കടത്തിൽ വീഡിയോ ശരിക്കും പോവാ.
നീ ആലോചിച്ചു ആർമി ഓടാൻ പോകുമ്പോ തന്നെ ഓടാൻ പോകുമ്പോ തന്നെ നമ്മൾ നല്ല ചെയ്തില്ലേ? ഇയാളെ ഒരേ കരച്ചില് കൈസ്. എങ്ങനെ പോടാ ശരിക്കില്ല. സ്പ്രേ കൊടുക്കാൻ മറന്നു. ഇത് നടക്കില്ല. ഈ സ്പ്രേ കൊടുക്കാണ്ട് ചെക്കനെ ഞാൻ വിടില്ല. അത്രേ ഉള്ളൂ കൈസ്. ഒന്നുമില്ല, സിമ്പിളായിട്ട്. അതായത് മുട്ടനെ കാണാനില്ല. സീൻ അവന്റെ അടുത്ത പ്ലേറ്റിൽ പോയി. മുട്ടനെ കാണാനല്ലത് ഇത്രയും അവൻ അടുത്ത ഫ്ലൈറ്റിൽ വിട്ടിട്ടുണ്ടാവോ? കാണാനില്ല. ഒരു ഭാഗത്ത് പോയിട്ട് ഇരുന്ന് കരയാണോന്ന് നമുക്കറിയില്ല. ഞങ്ങള് വിചാരിച്ചു അവൻ ചെക്കൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കവേ. സ്നാപ്പിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? വണ്ടി മാറി കയറി ഗൈസ്. മൊട്ടനെ കാണാനില്ലടാ. മൊട്ട മിസ്സിംഗ് ആണ്. ഇത്രയും വലിയ സിറ്റിയില് വണ്ടിയുടെ ബാക്കിൽ പറഞ്ഞ വണ്ടിന്റെ ബാക്കിൽ പറഞ്ഞ പ്ലെയിന്റെ ബാക്കിൽ പോയി അവൻ പ്രാന്തൻ സൈക്കോടവൻ. ചെക്കൻ സങ്കടത്തില് റോഡ് സൈഡൊക്കെ പോയി നിൽക്കുക. സോ വാട്ട് ബ്രോ? ഇല്ല, SSB കാരനുണ്ടെങ്കിൽ SSB കാരനാണെങ്കിൽ ഫ്രീ ആടാ. പക്ഷെ നമ്മൾ ചെക്കനെ അയക്കാതിരുന്നല്ലൊന്നും പോരാ. എന്താ വിഷമണ്ടാ? ഓഫായി ചെറുതായിട്ട്. വിഷമായിട്ട് നീ പോയതാണ്. സത്യം പറ, സ്നാപ്പ് അയക്കാൻ വന്നതല്ല. ശരിക്കും കാരനോ? ശരിക്കും കരയാൻ പോയി. മൊട്ട എന്റെ സ്നാപ്പ് അയക്കാൻ പോയിട്ട് നമ്മൾ എന്തെങ്കിലും പറയും പറഞ്ഞിട്ട് കരയാൻ പോയിന്ന്. നമ്മളെ തെറി പറഞ്ഞാണെങ്കിൽ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഫ്രണ്ടിലുള്ള ആളിനെ പറഞ്ഞു. അല്ലെങ്കിലേ വിഷമത്തിലാണ്. ഇപ്പൊ അടിച്ച് 4 ആക്കിണ്ടാവും. പിന്നെ അർജുൻ ഇങ്ങോട്ട് വരണ്ട വന്നിട്ടുണ്ടാവും പോവാൻ വേണ്ടിട്ട് അല്ലേ? ഇറക്കാൻ വേണ്ടിട്ട്. എന്താ യാഗല മേഖല സെക്രട്ടറി ഒക്കെ ഉണ്ടാവുമ്പോ തെറി പറയാം. ചക്കപ്പായി സങ്കടം ഉണ്ട്. അതല്ല ഞങ്ങളത് കാണിക്കില്ല. നെഹദിയല്ല നമ്മളെ എനിക്ക് അർജുന്റെ കാണണമെന്ന്. ചെക്കൻ റെഡിയായി. അപ്പൊ നമ്മള് അർജുൻ പോയ സന്തോഷത്തില്, അർജുൻ പോയ സങ്കടത്തില് മന്തി കഴിക്കണ മുമ്പ് ഓരോ പ്ലേറ്റ് പാനിപൂരി. ഈ പാനിപൂരി അടിപൊളിയാണ്. ഗൂഗിളില് വീഡിയോ ഉണ്ടോ? അണ്ണ ബ്ലോഗറാണ്. എണ്ണ ഇപ്പടി சொல்றீங்க. तुमने न जाने क्या सपने दिखाए अब तो मेरा दिल चाहे न सोता है क्या करूँ हाय कुछ कुछ होता है क्या कर हाय कुछ कुछ ഓട്ടകളോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് അതായത് എന്താ ചോദിച്ചു പറഞ്ഞാൽ ചെന്നൈയിൽ മാത്രം ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് കോയമ്പത്തൂർ അന്ന് വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റ് പറയാം എങ്ങനെയുണ്ട്. ഉള്ളി മാത്രമേ ഉള്ളൂ. വെയിറ്റ് നമ്മളെ അർജുന് പോയ സങ്കടത്തില് മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ മുട്ടയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ മന്തി കഴിക്കണം എന്നിട്ട് ഇവൻ ഇല്ല റൈസ് കിട്ടില്ല. ഫുള്ള് ഒരു ഹാഫും വേണം. ഒന്നും കഴിക്കില്ല, നോൺ കഴിക്കില്ല.
ഞാൻ മറ്റേതാ. നീ അൽഫാം കഴിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് പറയാം. അല്ല, നിങ്ങൾക്ക് ഹാഫ് മന്തി പറയാം, അൽഫാം പറയാം. നമുക്ക് ചിക്കൻ ബാത്റൂമിൽ എന്ത് കാണിച്ചാലും വ്ളോഗിൽ പറയുന്നത് ഗൈസ്. നമ്മളിപ്പോ അർജുൻ പോയ സന്തോഷത്തിലല്ല സങ്കടത്തിൽ. ഇതേ തന്നെയാണ് അതും പറഞ്ഞത്. അവനെ ഉണക്ക ചപ്പാത്തിയും കടലക്കറിയും നമ്മള് എല്ലാം ഇന്നത്തോടെ കഴിഞ്ഞു. ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. ഒരു വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുക്കാലൊരു പെരി പെരിയും അതുപോലെ തന്നെ മുക്കാല് നോർമലും. 2 ലിറ്റർ കോക്കോ പെപ്സി മതി. ബ്രോ ചെസ്റ്റ് എത്ര ഉണ്ട്? ഇതിലോ അപ്പൊ നമുക്കത് ഗൈസ് നമുക്ക് ചെസ്സിന് കിട്ടി. അടിയാണ് ഇവിടെ ഫുൾ അടി. ബ്ലോഗ് ഗൈസ് കോയമ്പത്തൂർ ചെക്കായി ഞങ്ങള്. അവനെ പിടി. അപ്പഴത്തോട്ട് പോയ ട്രാവലർ കിട്ടിയിരിക്കുകയാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. 2 ട്രാവലർ 4 മൊട്ട 4 ഗൈസ്. ചെക്കൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പഴേ അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ വീടെത്തിയുള്ളൂ. ജസ്റ്റിനോ സമയത്ത് ചോദിച്ചാൽ 11:30. അപ്പോൾ ചെക്കൻ പോയി ഗൈസ്. SSBക്കാരെ വിഷമമുണ്ട് ചോദിച്ചാൽ വിഷമമൊന്നുമില്ല. എന്നാലും ചെറിയൊരു വിഷമം പോലെ മീൻസ് അതായത് എന്താ പറയുക അർജുനപ്പോൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരേ ബാച്ചായിരുന്നു. മീൻസ് കോളേജിൽ ഒരേ ബാച്ചായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴാണ് ഈ അടുത്ത് മീൻസ് ഈ വരവിനാണ് നല്ലപോലെ കോണ്ടാക്ട് ചെയ്തത്. മീൻസ് എന്താ പറയുക നല്ല കണക്ഷനായിരുന്നു. മീൻസ് എന്താ പറയുക എപ്പോഴും നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. പിള്ളേരെപ്പോഴും കാണും. ആ ഒരു ലെവൽ ഓഫ് ചെക്കൻ പോയി കാര്യമില്ല. അടുത്തവരെ നമ്മൾ സെറ്റാക്കും. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ജമ്മാണ് സംഭവം. ചെക്കൻ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവൻ്റെ സ്വാഗ് പോലും മീൻസ് കോളർട്ടോട് പോലും ഫ്രെഡ് പോലെ യാറ് മച്ച. അതാണ് എന്തായാലും നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കും.